നിങ്ങൾക്ക് ഏത് സ്ഥലം വേണമെങ്കിലും ഞാൻ കൊണ്ട് കാണിച്ചു തരാം. ഇങ്ങനെയൊന്നും പെരുമാറരുത്. നിങ്ങൾക്ക് വിദ്യാർത്ഥികളാണ്. ഒന്നുമില്ലേ, ഞാൻ വയസ്സിന് മൂത്തതല്ലേ. അയ്യോ, എന്ത് പറ്റി ജോസഫേട്ടാ? രായു മോനെ, ഇത് കാര്യം എന്താന്ന് പറ. പോയടാ മോനെ, എല്ലാം പോയി. എന്റെ ലൈസൻസ് കട്ട് ചെയ്തു, എന്നെ പിരിച്ചു വിട്ടു. എന്താ കാര്യം? ഞാൻ എപ്പോഴും ഫുൾ തണ്ണിയാണെന്ന് ടൂറിസ്റ്റുകൾ കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നു. ഞാൻ 24 മണിക്കൂറും തണ്ണിയാണെന്ന് നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ജോസഫേട്ടൻ തണ്ണി എടുക്കുന്ന ആരാ പറഞ്ഞത്? ആ പരട്ട ടൂറിസം ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അതോറിറ്റിക്കാര്. അതിനെന്തിനാ കരയുന്നത്? ഈ ഓതറൈസ്ഡ് ജോസഫിനെ അൺഓതറൈസ്ഡ് ആക്കിയില്ലേ? ജോസഫേട്ടന്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലായി. നമുക്കൊരു കാര്യം ചെയ്യാം. ജോസഫേട്ടൻ എന്റെ കൂടെ കുടിക്കും. നമുക്കൊരു അൺഓതറൈസ്ഡ് യൂണിയൻ ഉണ്ടാക്കാം. മോനെ, ഞാൻ നിന്നോട് ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്. നീ എന്നോട് ക്ഷമിക്കണം. അതൊന്നും സാരമില്ല, നമുക്ക് ജീവിച്ച പോരെ. പക്ഷെ ഒരു കാര്യം, എന്റെ കൂടെ വരുമ്പം എപ്പോഴും ഇങ്ങനെ തണ്ണി അടിച്ചായിരുന്നാ ശരിയായോ? തണ്ണി അടിച്ചില്ലെങ്കിലേ എനിക്ക് എണീറ്റ് നടക്കാൻ പറ്റുകയില്ല. കൈയും കാലും വിറയ്ക്കും, ഫീലിങ്സും വരും. അതൊക്കെ ജോസഫേട്ടന്റെ തോന്നല. ജോസഫേട്ടന്റെ ഫീലിങ്സ് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നീയെങ്കിലും എന്റെ ഫീലിങ്സ് മനസ്സിലാക്കിയല്ലോടാ മോനെ. ഒരു 200 മില്ലി ഞാൻ മിണ്ടിപ്പോരുന്ന മില്ലിയുടെ കാര്യം പോ. എന്നാ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന? 31 പോണെന്ന് അങ്കിള് പറഞ്ഞിരിക്കുന്നത്. എന്താ? ഒന്നുമില്ല, ചോദിച്ചെന്നേ ഉള്ളൂ. നാട്ടിൽ പോയാ പിന്നെ എന്നാ തിരിച്ചു വരിക? ഒരു നിശ്ചയമില്ല. ആരാണത്? ബംഗ്ലാവിൽ താമസിക്കുന്ന മൈന പറഞ്ഞു. ഒരു ഫോട്ടോ എടുത്തോട്ടെ, കോപ്പി 1 മണിക്കൂറിനകം തരാം. 10 രൂപയേ ഉള്ളൂ. ശരി, എടുത്തോളൂ. വെയിറ്റ്, രാജു നിന്നോളൂ. വേണ്ട, നിന്നോളൂന്നേ, കാണാലോ. ഒന്ന് ചുമ്മാ നിക്കണ. കുറച്ചുകൂടെ അടുത്ത് നിക്കണ. എടുക്കല്ലേ? ഈ സഞ്ചി വേണ്ട. റെഡി. യെസ്, റെഡി. താങ്ക് യു. നീ എന്താ ഒന്നും മിണ്ടാത്തത്? നീ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നാണോ നിന്റെ ഭാവം? ആ ഗൈഡ് നീയുമായിട്ട് എന്താ ബന്ധം? അവന്റെ മുമ്പിൽ വെച്ച് വിനോദിനെ ഇൻസൾട്ട് ചെയ്യ. വിനോദ് നിന്റെ ആരാണെന്ന വിചാരം? നാളെ നിന്നെ വിവാഹം കഴിക്കാനുള്ളവനാ. ഒരു ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കാനുള്ളവരാ. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നാളെ മുതൽ ആ ഗൈഡുമായിട്ടുള്ള നിന്റെ ഈ സൈറ്റ് സീയിങ് ഒക്കെ നിർത്തിയേക്കണം. ഇനിയും നിന്റെ ഇഷ്ടത്തിന് നടക്കാനാണ് ഭാവമെങ്കിൽ നിമ്മി എന്നെ ഞാൻ തന്നെ കുറ്റം പറഞ്ഞാ മതിയല്ലോ. അച്ഛനും അമ്മയില്ലാത്ത കുട്ടിയാന്ന് വിചാരിച്ച് നിന്റെ താളത്തിനൊക്കെ തുള്ളി നിന്നെ വഷളാക്കിയത് ഞാനാണ്. പൊയ്ക്കോളൂ. മോൾ ഇപ്പോഴും കൊച്ചുകുട്ടിയാണെന്നാണ് വിചാരം. മോടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ആന്റി മോളെ വഴക്ക് പറഞ്ഞത്? ഞാൻ രാജുവിന്റെ കൂടെ സൈറ്റ് സീയിങ്ങിന് പോയതിനാണ് ആന്റി വിനോട്ടിന് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഐ ലൈക്ക് ഹിസ് ഇന്നസെൻസ്, അത്രേ ഉള്ളൂ. അതിന് വിനോട്ടൻ. അതിന് മോൾ എന്തിനാ വിഷമിക്കുന്നത്? അങ്കിളിന് മോളെ മനസ്സിലാവും. അതുപോലല്ലല്ലോ എല്ലാരും. ഈ ആണുങ്ങൾക്ക് ഒരു ചീത്ത സ്വഭാവമുണ്ട്, ഞാൻ ഉൾപ്പെടെ. അവരിഷ്ടപ്പെടുന്ന പെണ്ണിനെ വേറെ ആരെങ്കിലും നോക്കിയാ അവർക്ക് സഹിക്കാൻ പറ്റില്ല. ആ ചീത്ത സ്വഭാവം വിനോദിനുണ്ടെന്ന് മോള് കരുതിയാ മതി. ബി സ്പോർട്ടി മൈ ചൈൽഡ്. വാ, വല്ലതും കഴിക്കാം. എനിക്കൊന്നും വേണ്ട. നീ വന്നിട്ടേ ഭക്ഷണം കഴിക്കൂന്നും പറഞ്ഞ് ഒരാളവിടെ കാത്തിരിപ്പുണ്ട്. എന്റെ ഭാര്യ, അതായത് നിന്റെ ആന്റി. വാ.
ஜிம்மி ராஜு இருக்காரம்மா? இருக்காரு. கூப்பிடு. என்ன விஷயம்? உங்களை ஐயா கூப்பிட்டு வர சொன்னாரு. எதுக்கு தெரியல. നീ പേടിക്കണ്ട, വെറുതെ വിളിപ്പിച്ചോ, വേഗം വരാം. സാർ, എന്തിനാ എന്നെ വിളിപ്പിച്ചത്? നീ ഇന്നലെ വിശ്വനാഥ മേനോന്റെ വീട്ടിൽ പോയിരുന്നോ? പോവാ. എന്തിനാ പോയത്? മേനോ സാറുമായി കീരിക്കാട് എസ്റ്റേറ്റിന്റെ കാര്യം പറയാനാ പോയത്. എപ്പോഴാ പോയത്? ഇന്നലെ രാത്രി. തിരിച്ചു പോരുമ്പോ അവിടുന്ന് വല്ലതും എടുത്തോ? ഇല്ല. പിന്നെ നീ അവിടുന്ന് മോഷ്ടിച്ച സ്വർണ്ണമാലയും വളയും എന്ത് ചെയ്തു? മാലയും വളയും ഞാൻ മോഷ്ടിച്ചെന്നോ? നീ കൂടുതൽ അഭ്യാസമൊന്നും കാണിക്കാതെ അത് എവിടെ ഉണ്ടെന്ന് പറഞ്ഞേക്ക്. എന്നാ നിനക്ക് തടി കേടാക്കാതെ ഇവിടുന്ന് പോവാ. ഞാൻ എടുത്തിട്ടില്ല സാർ. നീ എടുത്തില്ലേ? ഞാൻ എടുത്തില്ലെന്ന് പറഞ്ഞില്ലേ സാർ? നീ എടുത്തില്ല അല്ലടാ. പറയടാ, എവിടെ കൊണ്ടുപോയി വിറ്റു? സാർ എന്തായി പറയുന്നത്? എടുത്തല്ലേ വിൽക്കാൻ പറ്റൂ. ഞാൻ എടുത്തിട്ടില്ല സാർ. സത്യം പറയുന്നില്ല അല്ലേ? സാർ, ഞാൻ സത്യമാണ് പറയുന്നത്. ഞാൻ എടുത്തിട്ടില്ല. ജീവിക്കാൻ വേണ്ടി ഞാൻ പലതും ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇന്നുവരെ ഞാൻ മോഷിച്ചിട്ടില്ല. ഇനി സാറിനെ തല്ലിക്കൊന്നാലും ഞാൻ സത്യമാണ് പറയുന്നത്. ഞാൻ എടുത്തിട്ടില്ല. കോൺസ്റ്റബിൾ സാർ, இந்த ആളെ ലോക്കപ്പിൽ പോടാ. ഇവൻ പെട്ടെന്ന് നേര് പറയുന്ന കൂട്ടത്തിലല്ല സാർ, പഠിച്ച കള്ളനാണ്. വിനോട്ടാ, അങ്കിൾ എവിടെ? ഡാഡി എസ്റ്റേറ്റിൽ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. ആന്റിയോ? മുറിയിലുണ്ട്. നിൽക്ക്. എന്താ കാര്യം? ആന്റിയുടെ ഓർണമെന്റ്സ് കളവ് പോയോ? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. ആരാ എടുത്തത്? ആ രാജു. രാജു എടുക്കുന്ന വിനോട്ടം കണ്ടോ? ഇന്നലെ അവനല്ലാതെ വേറെ ആരും ഇവിടെ വന്നിട്ടില്ല. എന്ന് വെച്ച് രാജു എടുക്കണമെന്നുണ്ടോ? ഇവിടുത്തെ ഗൈഡുകളൊക്കെ കള്ളന്മാരാ. അവനെയൊക്കെ വീട്ടിൽ വിളിച്ച് കയറ്റിയപ്പോഴേ എനിക്കറിയാം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. രാജു മോഷ്ടിക്കില്ല. അവന്റെ കാര്യത്തിൽ നിനക്കെന്താ എത്ര ഉറപ്പ്? ആ, എനിക്ക് ഉറപ്പാ. മോളെ, ആന്റിയും കൂടി കൂട്ടു നിന്നിട്ടാണോ ആ പാവൻ രാജുവിനെ പോലീസിൽ പിടിപ്പിച്ചത്? എന്തിന്? ആന്റിയുടെ ഓർണമെന്റ്സ് മോഷ്ടിച്ചതിന്റെ പേരിൽ. എന്റെ മാലയും വളയും കാണുന്നില്ല എന്നുള്ളത് സത്യമാണ്. അത് രാജുവാ എടുത്തതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാനാണ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തത്. നിനക്കെന്ത് വേണം? ഓർണമെന്റ്സ് ഇവിടെ എവിടെയെങ്കിലും കാണും. വല്ലയിടത്തും വെച്ച് മറന്നിട്ട് പാവപ്പെട്ട ഒരുത്തിന്റെ പേരിൽ മോഷണക്കുറ്റം ചുമത്തുന്നത് ശരിയല്ല. അവൾക്കാണല്ലോ അവനെ പോലീസിൽ പിടിപ്പിച്ചത് വലിയ വിഷമം. നീ വെറുതെ ബഹളം വെക്കണ്ട. നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. വിനേട്ടാ, ഇത് വിനോട്ടിന്റെ ബാഗല്ലേ? ഇതല്ലേ ആന്റിയുടെ കളവ് പോയ ഓർണമെന്റ്? അതെ. ഇതെങ്ങനെ ഈ ബാഗിനകത്ത് വന്നു? അത് ഇതിനകത്ത് എടുത്തു വെച്ച ആളോട് ചോദിച്ചാ മതി. നീയാണോടാ ഇതെടുത്തു വെച്ചത്? ഞാനൊന്നും എടുത്തു വെച്ചതല്ല, ആരെങ്കിലും മറന്നു വെച്ചതായിരിക്കും. മറന്നു വെച്ചതല്ല, മനഃപൂർവ്വം ചെയ്തതാണ്. എന്തിനാണെന്നോ എനിക്കറിയാം. നല്ലവനായ ഒരാളെ കള്ളനാണെന്ന് മുദ്ര കുത്തിയാൽ എല്ലാവരും വെറുക്കുമല്ലോ. വിനോട്ടാ, ഇത്രയും ചീപ്പാകരുത്. വിനോദ്, മതിയാത്തു. ഡാഡി, അകത്തു പോവാൻ. അങ്കിൾ, ഇപ്പൊ തന്നെ സ്റ്റേഷനിൽ വിളിച്ചു പറയണം, അല്ലെങ്കിൽ അവർ രാജുവിനെ. പറയാം മോളെ. ഇൻസ്പെക്ടർ ദിനേഷ് ഹിയർ. വിശ്വനാഥമെന്നാണ് സംസാരിക്കുന്നത്. അതെ, വിനോദിന്റെ ഫാദർ. എന്റെ മകനൊരു കംപ്ലൈന്റ് തന്നിരുന്നു. സോറി സാർ, ആ ഓർണമെന്റ്സ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ദാറ്റ് രാജു ഈസ് ഇന്നസെന്റ്. എന്തോന്നാ മിസ്റ്റർ മേനോൻ, പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് കൊടുക്കാൻ തമാശയാണെന്നാണോ നിങ്ങളുടെ വിചാരം? അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. സോറി ഇൻസ്പെക്ടർ. സോറി പറയാൻ എളുപ്പമാ. നിരപരാധിയായ ഒരാളെ പിടിച്ച്. കുപ്പസ്വാമി, അന്ന് രാജു കൂപ്പിടും. രാജു, നിനക്ക് പോവാം. കളവ് പോയെന്ന് പറഞ്ഞ ആഭരണങ്ങൾ അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു.
കളവ് പോയ ആഭരണങ്ങൾ അവർക്ക് തിരിച്ചു കിട്ടിയല്ലേ? സന്തോഷമുണ്ട് സാർ. പക്ഷെ ഇന്നലെ പകലും രാത്രിയും സാർ എനിക്ക് എന്ന സമ്മാനങ്ങളുണ്ടല്ലോ, അത് തിരിച്ചെടുക്കാൻ സാറിന് കഴിയോ? ഇനി എപ്പോഴെങ്കിലും സാറിന് തല്ലാൻ കൈകൾ ധരിക്കുകയാണെങ്കിൽ ആളെ പറഞ്ഞയച്ചാൽ മതി, ഞാൻ വരാം. Stop! Stop! രാജു, എന്താ ഇത്? മേനോൻ സാറിനോട് ക്ഷമിക്കണം. ഞാൻ നന്നായി മദ്യപിച്ചിട്ടുണ്ട്. എന്റെ മനപ്രയാസം കൊണ്ടാണ് ഞാൻ മദ്യപിച്ചത്. ഇവരുടെ മുഖത്തോക്ക് രണ്ടു വാക്ക് പറയാൻ. രണ്ടുപേരും കൂടെ അമ്പലത്തിൽ ദൈവത്തോട് മാപ്പ് പറയാൻ പോയതായിരിക്കും. എന്നെ കള്ളക്കേസിൽ കുടുക്കി പോലീസിനെ കൊണ്ട് തല്ലി ചതപ്പിച്ചിട്ട് കൽവിഗ്രഹങ്ങളെ തൊഴുതാൻ മനഃശാന്തി കിട്ടത്തില്ല അമ്മച്ചി, കിട്ടത്തില്ല. നിങ്ങക്ക് പണവും സ്വാധീനമുണ്ട്. അപ്പൊ എന്നെ പോലുള്ളവർ എന്തെങ്കിലും ചെയ്യാമല്ലോ. ഞാൻ പാവം ഒരു തെരുവ് തണ്ടി, അൺഓതറൈസ്ഡ് ഗായ്. പക്ഷെ ഞാൻ ആരെ ചതിച്ചിട്ടില്ല, ഇതുവരെ മോഷ്ടിച്ചിട്ടുമില്ല. രാജു, മേനോൻ സാറിനോട് ക്ഷമിക്കണം. മേനോൻ സാർ പാവാ, നല്ലവനുവാ, എനിക്കറിയാം. ഈ അമ്മച്ചിയെ എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് ആ ഇൻസ്പെക്ടർ സാർ എന്നോട് പറഞ്ഞു. മേനോൻ സാർ അത് കേട്ടപ്പോ ഞാൻ രാജു, നിന്റെ ദുഃഖം എനിക്കറിയാം. അറിയാതെ അങ്ങനെ സംഭവിച്ചു പോയി. എല്ലാം നീ മറക്ക. ഞാൻ ഈ നാട്ടുകാരുടെ മുഖത്തൊക്കെ നോക്ക് സാറേ. ഞാൻ പലരുമായി പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അമ്മച്ചയും സാറിനെയും കണ്ടുമുട്ടിയപ്പോ എനിക്ക് എന്നെ ആരൊക്കെ സ്നേഹിക്കാറുണ്ടെന്ന് തോന്നി. പക്ഷെ അവരിൽ നിന്നാണ്. സന്തോഷായി സാറേ, സന്തോഷായി. രാജു, നിമ്മി എന്തിനാ ഇങ്ങോട്ട് വന്ന്? മാപ്പ് ചോദിക്കാൻ. ആരുടെ സഹതാപം എനിക്ക് ആവശ്യമില്ല. നിമ്മി പോയിക്കോളൂ. രാജു, ഇപ്പോൾ ഞാൻ നാട്ടുകാരുടെ മുമ്പിൽ ഒരു കള്ളം മാത്രമാണ്. നമ്മൾ തമ്മിൽ കണ്ടു എന്നറിഞ്ഞാൽ ഇനി എന്നെ ഒരു കൊലപാതകയാക്കാനും നിമ്മയുടെ വീട്ടുകാർ മടിക്കില്ല. എനിക്കറിയാം. ഞാൻ കാരണമാണ് രാജുവിന് ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നത്. ഇവിടെ സുഖവാസത്തിന് വരുന്നവരോട് ഞങ്ങൾ ഗൈഡുകൾ കാണിക്കുന്ന സ്നേഹം, താല്പര്യം വെറും നാണയത്തുട്ടുകൾക്ക് വേണ്ടിയുള്ള ചങ്ങാത്തം. അവർ തിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കണ്ടുമുട്ടിയെന്ന് വരില്ല. ഞങ്ങൾ കാണാനോട്ട് ആഗ്രഹിക്കാറുമില്ല. പക്ഷേ നിമ്മിയുടെ കുടുംബത്തോടുള്ള എന്റെ സ്നേഹം അങ്ങനെയല്ലായിരുന്നു. എനിക്ക് നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു കിട്ടിയെന്ന് തോന്നൽ. ആ തോന്നലാണ് എനിക്ക് ഈ ശിക്ഷ വാങ്ങി തന്നത്. ഇത് കണ്ടോ? വേണ്ട, സമയം വളരെ വൈകി. നിമ്മയെ വീട്ടിൽ തിരക്കുന്നുണ്ടാവും. പോയിക്കോളൂ.